നമസ്കാരം, ഞാൻ അജിത്, എഡ്യൂഫ്ലെയറിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ നിങ്ങളോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് അനുഷ, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നേഴ്സസ് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. യൂറോപ്പിൽ പോയി അല്ലെങ്കിൽ ജർമ്മനി പോയിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് ആവുക, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി വിസ കിട്ടി, ബാഗ് പാക്ക് ചെയ്ത് വെരി സൂൺ ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു ആളാണ് അനുഷയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അനുഷ, വെൽക്കം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാർമക്കോളജി അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അപ്പം ഇതിനേക്കാളും ടഫ് ആണെന്നോ ഈസി ആണെന്നോ വിചാരിച്ചിട്ട് എന്തായിരുന്നു ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു? ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നല്ല കഷ്ടപ്പാടാണ്, കാരണം പുതിയൊരു ലാംഗ്വേജ് ആണ്. നമുക്കിപ്പം ഇംഗ്ലീഷാണ്, ഹിന്ദിയാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല, പുതിയൊരു ലാംഗ്വേജ്, ഒരു ഐഡിയ ഇല്ലാത്തൊരു ലാംഗ്വേജ് ആണ്, പുതുതായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനിപ്പം വേണോ വേണ്ടയോ എന്നൊരു രീതി തന്നെയായിരുന്നു ഇരുന്നത്. അപ്പം ഫസ്റ്റിൽ OET എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ വിചാരിച്ചു റിക്രൂട്ട്മെൻ്റ് ഒക്കെ കുറഞ്ഞു, UK യിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ കുറഞ്ഞു. അപ്പം എന്തുകൊണ്ടൊരു ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി തന്നെയാണ് നല്ലൊരു ചോയ്സ് എന്ന് നമുക്ക് തോന്നി. സോ അതാണ് ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പം പഠിച്ച ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിയപ്പം വിചാരിച്ചതിനെ കഴിഞ്ഞ് എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു ഇഷ്ടത്തോടെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് കിട്ടും. അതിപ്പം ഏതൊരു കാര്യമാണെങ്കിലും നമ്മളിപ്പം ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അത് ക്രാക്ക് ചെയ്തെടുക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യവും. നമ്മളെ ഇപ്പം നഴ്സിംഗ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് പ്ലേസിൽ ചൂസ് ചെയ്തത്? മറ്റ് കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ, അതോ നഴ്സിംഗ് തന്നെ ആയിരുന്നോ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്ത? അല്ല, ഇതിപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു. ഇപ്പം പ്ലസ് 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികവും ചാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ നഴ്സിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള ഫീൽഡിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പം എല്ലാ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജോലി സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പം ഏറ്റവും നല്ലൊരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചിറങ്ങി ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടുന്നൊരു മേഖല എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. അതുകൊണ്ടാണ് പ്ലസ് 2 കഴിഞ്ഞപ്പം നഴ്സിംഗ് തന്നെ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം. ഇപ്പം നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോൾ UK ഉണ്ട്, അല്ലെങ്കിൽ അയർലൻഡ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, USA, കാനഡ, കുറേ രാജ്യങ്ങളുണ്ടല്ലോ. അപ്പം ജർമ്മനി തിരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ? യെസ്, ജർമ്മനി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള കൺട്രിയിലേക്ക് എന്ന് പറയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇയറെങ്കിലും എക്സ്പീരിയൻസ് വേണം. അതിപ്പം UK യിലൊക്കെ ഇപ്പം എക്സ്പീരിയൻസ് മാത്രമല്ല പറയുന്നത്, റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞും വരികയാണ്. ചില സ്ഥലത്തേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റേ ഇല്ല. അപ്പം ഈ നഴ്സസിന് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നതെന്ന് പറഞ്ഞത് ജർമ്മനി മാത്രമാണ്. ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയാണ് നഴ്സസിന് ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. എങ്ങനെയാണ് എഡ്യൂഫ്ലെയർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? എഡ്യൂഫ്ലെയർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എഡ്യൂഫ്ലെയർ. അപ്പം ഫസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വെബിനാറിലൂടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനൊരു തീരുമാനം എത്തിയപ്പം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തൊക്കെ നോക്കി. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടിയതെന്ന് പറഞ്ഞത് അത് എഡ്യൂഫ്ലെയറിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ബാക്കിയുള്ളത് അന്വേഷിച്ചെങ്കിലും ഞങ്ങൾക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. അപ്പം ഞങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും, ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, ത്രൂ ഔട്ട് ഈ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തോന്നിയത് എഡ്യൂഫ്ലെയർ ആണ്. അതുകൊണ്ടാണ് എഡ്യൂഫ്ലെയർ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ 4 പേര് ഒന്നിച്ചാണല്ലോ എഡ്യൂഫ്ലെയറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ? 4 പേര്. ഓക്കെ, എനിക്ക് 4 പേരും ജർമ്മൻ ലാംഗ്വേജ് പാസ് അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ? ഇത് ശരിക്കും ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു ഡിസിഷൻ അല്ലേ? എനിക്ക് തോന്നുന്നു ഇത്രയും കാലം നമ്മൾ എടുത്തതിലും ഇനിയിപ്പോൾ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു ഡിസിഷൻ ആണല്ലോ. അപ്പം അത്രയും ഡീപ്പായിട്ട് എഡ്യൂഫ്ലെയറിനെ ട്രസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഫാക്ടറോ മറ്റാരെങ്കിലും പറഞ്ഞറിയോ, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? അതിപ്പോൾ അന്വേഷിച്ച സമയത്ത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു റിവ്യൂ എവിടെ നിന്നും കിട്ടിയില്ല. അപ്പം ഏറ്റവും അടുത്തറിയാവുന്നതെന്ന് പറഞ്ഞത് എഡ്യൂഫ്ലെയർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എഡ്യൂഫ്ലെയറിനെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാലും. ഓക്കെ, ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു പ്രോസസ്സ് ഇപ്പം മോൾ ആദ്യം പറഞ്ഞു, ഡിഫിക്കൽട്ട് ആണെന്ന്, ഈസി ആണെന്ന്, ഒരു മിക്സഡ് ഇമോഷൻസ് വെച്ചിട്ടാണല്ലോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. എത്രത്തോളം ടെക്നിക്കലി പോസിബിൾ ആവുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ആക്ച്വലി ഒരു A1 ജോയിൻ ചെയ്ത സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആൻഡ് A2, B1, B2 ഒക്കെ എത്തുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ടെൻഷനായിരുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല. വന്നെടുക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, അപ്പം പറ്റുമോ ഇല്ലയോ എന്നൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
പിന്നെ പതിയെ ഇതുമായിട്ടൊന്ന് ജസ്റ്റ് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടാൻ തുടങ്ങി. പിന്നെ ഇത് പറ്റുമെന്നൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ വന്നു തുടങ്ങി. A1 കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. പിന്നെ A1 A2 ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ബേസാണ്, ആ ഒരു രീതിയിൽ പോയി. B1 എത്തിയപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. ആക്ച്വലി എല്ലാവരും പറയുന്നത് B1 മുതൽ ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് B1 എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ ഇതെനിക്ക് പറ്റുമെന്ന് തോന്നിയത്. B1 എത്തിയപ്പോഴാണ്. ഓക്കെ, എനിക്കൊന്ന് പലരും A1 A2 ഭയങ്കര കാഷ്വൽ ആയിട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കും B1 B2 ഒക്കെ ഒരു ഡിഫിക്കൽട്ട് മൊമെന്റിലേക്ക് പോകുന്നത് അല്ലേ? അപ്പം അനുഷയുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? A1 A2 തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ എടുത്ത് മുമ്പോട്ട് പോയായിരുന്നു? A1 A2 എന്ന് പറയുന്നത് നമുക്ക് ബേസ് ആണ്. അപ്പം ബേസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തായാലും അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം A1 A2 ആ ബേസ് നല്ല തറവായിട്ട് നമ്മളത് എടുത്തത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള B1 മുതൽ അത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഈ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ 8 മാസത്തോടെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചപ്പോൾ അതിലുള്ള എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഓർക്കുന്നുണ്ടോ ജർമ്മൻ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്? നേഴ്സിംഗ് പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ട്രെസ്സിലാണ് പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ എഡ്യൂഫ്ലറിലേക്ക് വന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം +2 പിള്ളേരുടെ കൂടെയാണ് പഠിച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അപ്പം അവരുടെ ഒരു ഇതുമായിട്ട് മുമ്പോട്ട് പോയപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഒരു റിലാക്സ്ഡ് ഫീലിങ്ങിലായിരുന്നു നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ടെൻഷൻ ഇല്ല, കാര്യങ്ങൾ പഠിക്കുക, ക്ലാസ്സിൽ വരുന്നു, പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ടും നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ടൈമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു. അപ്പം നല്ലൊരു രസമായിട്ട് തന്നെയാണ് ഈ 8 മാസം കൊണ്ടുപോയത്. അതായത് എനിക്ക് നമ്മൾ ഫാർമക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഫാർമസ്യൂട്ടിക്കൽ നെയിംസ് ഒക്കെ, ഡ്രഗ്സിന്റെ പേരൊക്കെ കാണാതെ പഠിക്കുക, അങ്ങനെ കുറേ കോംപ്ലക്സ് ആയിട്ടൊരു പ്രോസസ്സ് അല്ലേ? അല്ലെങ്കിൽ എനിക്കൊന്ന് വർക്ക് ആണെങ്കിലും പ്രാക്ടീസ് ആണെങ്കിലും ഒരു ഹെക്ടിക് സ്കെഡ്യൂളിലൂടെ പോയിക്കൊണ്ടിരുന്നല്ലേ? അപ്പം ശരിക്കും റിലാക്സ്ഡ് ആവുകയാണ് ചെയ്തത്. അത് റിലാക്സ്ഡ് ആവുക ചെയ്തത്. ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരുന്ന നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് 8:30 to 5:30 വരെയാണ് ക്ലാസ്. അപ്പം ഇതങ്ങനെ ഇല്ലല്ലോ, 4 hours ക്ലാസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നോക്കുന്നുണ്ട്, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ടൈം കിട്ടുന്നുമുണ്ട്. അതിപ്പോൾ നഴ്സിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കരിക്കുലമായിരുന്നു അല്ലേ? ഓക്കെ, ഈ B2 നമ്മൾ A1 പഠിച്ചു, ആ ഒരു സ്റ്റെപ്പ് എത്തി, B2 എത്തി, B2ൻ്റെ 4 മൊഡ്യൂൾ ക്ലിയർ ചെയ്തൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് എന്തായിരുന്നു ഒരു ഫീൽ അനുഷയുടെ? സന്തോഷമായി ഒരുപാട്. കാരണം നമ്മുടെ ആ 8 മാസത്തെ കഷ്ടപ്പാടാണല്ലോ 4 മൊഡ്യൂൾ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അത് നല്ലൊരു സന്തോഷം തോന്നിയ നേടിയതിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഒരു മൊമെന്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പം അത്രയും കാലത്തെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടിയതായിട്ട് തന്നെ തോന്നി. വിസ കിട്ടിയ മൊമെന്റിൽ പേരൻസിന്റെ ഒരു ലൈക്ക് ഇപ്പം ഫാദറിന്റെ ആണെങ്കിലും മദർ ആണെങ്കിലും അവരെങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്? അല്ലെങ്കിൽ അനുഷ വിസ ആയിട്ട് അവിടത്തേക്ക് ചെന്നത് റിയലി അവർ അത് എടുക്കുമ്പോൾ അവരുടെ ഒരു ഫീൽ എന്തായിരുന്നു? അവർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവരാണ് ആക്ച്വലി എന്നോട് ജർമ്മൻ പഠിക്കാൻ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെ. അപ്പം ആ ഒരു ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ജർമ്മൻ പഠിക്കുന്ന ജേണിയിൽ ഫുള്ള് അവരെനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം വിസ കിട്ടിയപ്പോഴും ഓഫ് കോഴ്സ് അവർക്ക് അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ജർമ്മനി പോകാൻ പറ്റും, ഒരു അഷ്യൂറിറ്റി ആയി കാര്യങ്ങൾക്കല്ലേ? ഓക്കെ മോളെ, പിന്നെ ഈ ജർമ്മൻ കുറേ നേഴ്സസിന് ആക്ച്വലി ജർമ്മനിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് കുറേ മിത്തുകൾ അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള രീതിയിലല്ലാത്ത കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മജോറിറ്റി ആളുകൾ, അതായത് എല്ലാ രാജ്യങ്ങളിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസിനെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മജോറിറ്റി ആളുകൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ജർമ്മനി പോകണമെന്നുണ്ടെങ്കിൽ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മോള് മനസ്സിലാക്കിയിട്ടൊരു റിയാലിറ്റിയെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ജർമ്മനിയിൽ ഇപ്പം ബാക്കിയുള്ള രാജ്യത്ത് നോക്കുവാണെങ്കിൽ 2 years എക്സ്പീരിയൻസ് വേണം. പക്ഷേ ജർമ്മനിയിൽ ഓൾസോ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇപ്പം എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊരു വിഷയമല്ല അവിടെ. നമുക്ക് ജർമ്മൻ ചൂസ് ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് വേണമെന്നില്ല. നമുക്കവിടെ പോയി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ B2 ലാംഗ്വേജ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അതായത് അതൊരു കൺസേൺ അല്ല, എക്സ്പീരിയൻസ് എന്നൊരു ഫാക്ടർ ഒരു കൺസേൺ അല്ല. അതായത് നമ്മൾ എനിക്കൊന്നൊരു ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു നേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതായിരിക്കും നല്ലൊരു ചോയ്സ് അല്ലേ? ഓക്കെ, അതായത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നല്ല കാര്യം, ഇല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മെനക്കെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, വേറൊരു കാര്യം, ഇപ്പം മജോറിറ്റി നേഴ്സസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർ ഓൾറെഡി ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ജോലിയും പഠനവും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനായിരിക്കും അവർ ട്രൈ ചെയ്യുന്നുണ്ടാകുന്നത്. അത് ടെക്നിക്കലി പോസിബിൾ ആണോ? അതിപ്പോൾ എല്ലാവരുടെ കേസിലും അത് പോസിബിൾ അല്ല. കാരണം വർക്ക് എന്ന് പറയുന്നത് 8 hours വർക്ക് വരുന്നത്. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പം 8 hours ഒന്നും അല്ല, അതിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതും വരും. അപ്പം ആ ഒരു സ്ട്രെസ്സും കഴിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നല്ല രീതിയിൽ നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ,
ജോലി റിസൈൻ ചെയ്തിട്ട് ഇത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. ഇതിപ്പം ഈ 8 മന്ത് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ അത്രയും നല്ലൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷേ റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യം എപ്പോഴും നമ്മൾ ജർമ്മനി ഫോക്കസ്ഡ് ആണെങ്കിൽ അത് വിട്ടിട്ട് വരിക എന്നുള്ളതാണ് അല്ലേ? ജോലി വിട്ടിട്ട് റിസൈൻ ഇട്ടിട്ട് ജർമ്മൻ പഠിക്കുക. പല ആളുകൾക്ക് അതൊരു ജോലിയൊക്കെ എങ്ങനെയാണ് വിടുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ ഇൻ കേസ് ജോലി വിട്ട് എഡ്യൂ പ്ലെയർ പോലത്തെ ഒരു സ്ഥലത്ത് ഓഫ്ലൈൻ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വന്നാൽ അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കുമോ? അത് നല്ല ഡിസിഷൻ തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലോ സാലറിയാണ് കിട്ടുന്നത്. അതിപ്പം ജർമ്മനി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 lakh എബോ ആണ് സാലറി വരുന്നത്. ഈ 8 മാസം കഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ലാംഗ്വേജ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ജർമ്മനി പോകാനും നമുക്ക് ഹൈ സാലറിയിൽ അവിടെ വർക്ക് ചെയ്യാനും പറ്റും. അപ്പം ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ജോലി റിസൈൻ ചെയ്ത് ഇത് ഓഫ്ലൈനായി പഠിക്കുക എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും മോളെ. അതായത് അനുഷ് എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എഡ്യൂ പ്ലെയറിൽ അല്ലാണ്ട് ഒരു ഓൺലൈൻ ആയിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓൺലൈനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. കാരണം നമ്മുടെ എന്തായാലും ഒരു ഡിസ്ട്രാക്ഷൻ അവിടെ ഉണ്ടാകും. നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുണ്ടാവില്ല. പിന്നെ ഈ ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂടെ ആൾക്കാർ വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാർ വേണം. ഇപ്പം ഓൺലൈനായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പറ്റില്ല. ഇപ്പം ക്ലാസ്സിൽ ഓഫ്ലൈനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ ആളുണ്ട്, നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ലാംഗ്വേജ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കണമല്ലോ. ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ചില ആളുകൾക്കുള്ളൊരു സംശയമാണ് 3 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ, 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ ടെക്നിക്കലി ഒരു പീരീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. A1 to B2 പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ 8 മാസം എന്നൊരു കരിയർ ഒരു പീരീഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചില ആളുകൾ ഓണെ ഹറിയാണ് 6 മാസം കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ശരിക്കും 8 മാസം വെയിറ്റ് ചെയ്യണോ അതോ 6 മാസം കൊണ്ട് പഠിക്കണം? എന്താണ് അവർ ചെയ്യേണ്ട കാര്യം? ശരിക്കും 8 മാസം തന്നെ എടുത്ത് പഠിക്കണം. കാരണം കുറഞ്ഞൊരു ടൈം പീരീഡിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് ആണ്. അതിപ്പോൾ അത്ര പെട്ടെന്ന് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഇതിനൊരു ഡെഡിക്കേഷൻ കൊടുത്ത് തന്നെ പഠിക്കണം. പുതിയ കാര്യങ്ങൾ കുറേ വൊക്കാബ് ഉണ്ടാകും, അതുപോലെ തന്നെ പലതും നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും ലാംഗ്വേജിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ഒരു കുറഞ്ഞതൊരു 8 മാസമെങ്കിലും ടൈം എടുത്തത് പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോർമലി ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ആളുകൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ. മേ ബി അത് അവോയ്ഡ് ചെയ്താൽ അവർക്ക് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി കൂടും, അല്ലെങ്കിൽ പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം അനുഷേനെ സംബന്ധിച്ച് അനുഷ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്, ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിന് ആളുകൾ ഒഴിവാക്കേണ്ട ജർമ്മൻ പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നഴ്സുമാർ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഇപ്പം അധികം പേരും കണ്ടിട്ടുള്ളത് ഇപ്പം ChatGPT യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മളൊരു ഫസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് വെച്ചിട്ട് പഠിക്കുക. ഇപ്പം ആരെങ്കിലും പറഞ്ഞത് വെച്ചിട്ടോ അങ്ങനെ ഒരു ഇതിലല്ല, നമുക്കൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പം ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഇൻട്രസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഏതൊരു കാര്യമാണെങ്കിലും ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ്സിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. പിന്നെ ഡെയിലി നമ്മൾ ഇത്ര ടൈം പഠിക്കും. ഇപ്പം ലാംഗ്വേജ് പഠിക്കുമ്പം വൊക്കാബ് വേണം, പല കാര്യങ്ങളും വേണ്ടി വരും. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ 4 മൊഡ്യൂളാണല്ലോ, റീഡിങ്, സ്പീക്കിങ്, ലിസണിങ്, റൈറ്റിങ് എല്ലാം ഉണ്ട്. അപ്പം 4ഉം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചിലരിപ്പം കണ്ടിട്ടുണ്ട്, ചിലർ ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സ്പീക്കിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ റൈറ്റിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെയല്ല, 4 ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതായത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് നമ്മുടെ 4 സ്കില്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതല്ലേ. എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പാസ്സാകാനായിട്ട്, എസ്പെഷ്യലി നഴ്സസിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എളുപ്പത്തിൽ പാസ്സാവാനായിട്ട്? ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇത് 100% എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജർമ്മൻ പോഡ്കാസ്റ്റ്, ജർമ്മൻ സിനിമ, സീരീസ് ഇതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലിസണിങ് സ്കില്ല് കൂടും. അത് നമുക്ക് സ്പീക്കിങ്ങിന് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ. അതായത് എനിക്ക് തോന്നുന്നത് A1 A2 നമ്മൾ സിംപ്ലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. B1 B2 ഒക്കെ എത്തുന്ന സമയത്ത് കുറച്ചും കൂടെ ടഫർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയല്ലേ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ടൂളുകളോ സോഫ്റ്റ്വെയറുകളോ ആപ്പുകൾ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? യൂട്യൂബിലാണെങ്കിൽ കുറേ ചാനൽസ്, ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറേ ചാനൽസ് ഉണ്ട്. അത് അല്ലാതെ ഇപ്പം ഹലോ ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഡുയോലിംഗോ, ഇങ്ങനെ കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എക്സ്ട്രാ നമുക്കിതുപോലെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അധികം ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് പഠിച്ചൊരു വേർഡ്, കുറേ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പ്രൊനൗൺസിയേഷൻ പഠിച്ചൊരു വേർഡ് മനസ്സിൽ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ?
അങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഈ വൊക്കാബ്സ് ഒക്കെ പഠിക്കാന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു, കാരണം ഞാൻ കുറേ കുട്ടികൾ വൊക്കാബ്സ് പഠിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ കുറേ ആളുകൾ അത് അപ്ലൈ ചെയ്യുന്നില്ല, കുറേ ആളുകൾ മഗ്ഗപ്പ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം വൊക്കാബ്സ് ശരിക്കും ഈസിലി പഠിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വൊക്കാബ് ഉണ്ടാകും. അപ്പം എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു വൊക്കാബ് ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് അണ്ടർലൈൻ ചെയ്തിരുന്നത്, നോക്കിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പം ടഫായിട്ട് നമുക്ക് കിട്ടാത്തതാണെങ്കിൽ അതിപ്പം എഴുതി പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് വൊക്കാബ് മെയിനായിട്ടും പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ പഠിക്കുന്ന വൊക്കാബ് അത് മെയിനായിട്ടും റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.